ആരുമില്ലാതേകനാകും മരണനിഴലിൻ ഭീതിയേറുമ്പോൾ. ഇന്നത്തെ ഗോസ്പലിൽ യേശു കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ശരീരത്തെക്കുറിച്ച് പേടിക്കരുത്, ആത്മാവിനെക്കുറിച്ച് ഭയപ്പെടണം, നിങ്ങളുടെ ശരീരത്തെ നരകത്തിലേക്ക് തള്ളിവിടാൻ കഴിവുള്ളവരെ നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് യേശു പറയുകയാണ്. ഇതൊക്കെ എത്രത്തോളം കേട്ടിരുന്നവർക്ക് മനസ്സിലായി എന്നറിയില്ല. പക്ഷെ മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലാക്കുന്നൊരു വാക്യം യേശു അവസാനം പറഞ്ഞു നിർത്തും. അതിങ്ങനെയാണ്: നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുവേൻ. അതാണ് കാര്യം. നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ, നമ്മുടെ തലമുടികൾ എത്ര എണ്ണമുണ്ട്? വെറുതെ ഒന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അതിൽ പറയുന്നത് 1,00,000 നിന്ന് 1,50,000 വരെ തലമുടി ഒരാളുടെ തലയിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ഇതൊരു അപ്രോക്സിമേറ്റ് ആണ്. പക്ഷെ അത് സത്യമായിരിക്കുമോ? വെറുതെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ തലയൊക്കെ ഒന്ന് നോക്കിയേ. ചിലർക്ക് തലയിൽ മുടി അത്രയൊന്നും ഇല്ല, ചിലർക്ക് ഒത്തിരി ഉണ്ട്, ചിലർക്ക് കൂടുതലാണ്, ചിലർക്കൊരു നോർമൽ എണ്ണമാണ്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഗൂഗിളിൽ തന്നെ പറയുന്നത് അപ്രോക്സിമേറ്റ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ ഒരു ഏകദേശ കണക്കിൽ അങ്ങനെ വെറുതെ പറഞ്ഞു പോകാനുള്ള എന്തെങ്കിലും പറയണ്ടേ, അതിനുവേണ്ടി പറച്ചില്ലെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കർത്താവോട് പറയുന്ന ഉറപ്പിതാണ്: നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ചറിയാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചറിയാം. അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു കാര്യം കണ്ണും പൂട്ടി നമ്മൾ വിശ്വസിക്കണം. നമുക്ക് നമ്മളെക്കുറിച്ചറിയാവുന്ന കാര്യത്തിനപ്പുറം നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചറിയാം. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ നോക്കിക്കോളും. നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം വഴി നടത്തിക്കോളും. എന്തിനാണ് നമ്മൾ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? കുറച്ചും കൂടി ആ ദൈവത്തെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഈ ദൈവത്തെ കുറച്ചും കൂടി നമ്മൾ വില കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇതാണ് ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഈ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ ഇങ്ങനെ കുരുങ്ങിപ്പോകുമ്പോൾ, നമ്മൾ ചെറിയ ചെറിയ രോഗത്തിൻ്റെ പേരിലും കടബാധ്യതകളുടെ പേരിലും ബന്ധങ്ങളുടെ പേരിലൊക്കെ കണ്ണുനീർ വാർക്കുമ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം. ഇതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിനെ ഓർക്ക്. ഇതൊക്കെ മൊമെൻ്ററിയാണ്, ഇതൊക്കെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതൊക്കെ സോൾവ് ആകും. പക്ഷേ ഇതിനേക്കാളും അപ്പുറം സന്തോഷിക്കാനും ആനന്ദിക്കാനുള്ള വകയൊക്കെ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് അതിനെയാണ്. അതിനെ ഫോക്കസ് ചെയ്ത് പോകണം. കാര്യം, നമുക്ക് നമ്മളെക്കുറിച്ചറിയാത്ത കാര്യങ്ങൾ പോലും നമ്മളെക്കുറിച്ചറിയുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. This is the time of Kairos, God's appointed time. Your promises are going to be fulfilled. You're going to prosper. Your sickness is going to be healed in the name of Jesus. ആരുമില്ലാതേകനാകുമ്പോൾ, മരണനിഴലിൻ ഭീതിയേറുമ്പോൾ, ആരുമില്ലാതേകനാകുമ്പോൾ, മരണനിഴലിൻ ഭീതിയേറുമ്പോൾ, അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ,
ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ, പരിശുദ്ധ